അറിയില്ല, സർപ്രൈസ് അല്ല. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളി. ചെക്കനപ്പം നമ്മൾ മാറ്റിച്ചെടുക്കുകയാണ്. ഞാൻ എക്സൈറ്റ്മെൻ്റ് ആയി. ചെക്കനെ മാറ്റിക്കാൻ വേണ്ടി പോയിട്ട് വാച്ചിട്ട് എടുത്തിട്ട് ഓൻ്റെ കൈ അരച്ചുകൊണ്ടിരിക്കുക. സ്പ്രേ അടിക്കണ പോലെ കാണിക്കാൻ പറഞ്ഞു. ഏതാ ആക്ടിങ്. ക്യാമറ ഓണല്ലേ നോക്കിയിട്ട് ഒറ്റ ഇരുത്താം. ചെക്കൻ എന്നിട്ട് ഷൂ ഒക്കെ ഇട്ടെടുത്ത് സെറ്റാക്കി. അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ച് കാണിച്ചു. എങ്ങനെയുണ്ട് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോകാൻ നേരം പള്ളിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. على سيدنا محمد وعلى آله وصحبه أجمعين. على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان وزوجتك وأنكحتك بنتي عن شفاجه بمهر هذا الحلي من الدهر قبلت منك نكاحها وتزويجها بهذا المهر ورضيت به എന്റെ മകൾ അൻഷിഫ ജബീൻ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഇണയാക്കി കൂട്ടിച്ചേർത്തു. ഞാൻ സ്വീകരിച്ചു. താങ്കളുടെ മകൾ അൻഷിഫ ജബീൻ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം താങ്കൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഇണയാക്കി കൂട്ടിച്ചേർത്തി തന്നതിനെ ഞാൻ സ്വീകരിച്ചു. ഞാൻ തൃപ്തിപ്പെട്ടു. سيدنا محمد وعلى آله وصحبه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. اللهم صل وسلم على رسولك سيدنا محمد أيها الزوجان بارك الله لكما وبارك عليكما جميعا وعافية. بارك الله لكما وبارك عليكما جميعا وعافية. بارك الله لكما وبارك عليكما جميعا وعافية. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. നിക്കാഹ് കഴിക്കാൻ പോകുന്ന ആൾക്കാർ അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിച്ചോളി. നിക്കാഹ് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. വിളി നിക്കാഹ് കഴിഞ്ഞിട്ട് സലാമുണ്ട്. വിളി ഇവിടെ തന്നെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞു. വിളി വിളിച്ചാ പിന്നെ വിളി. അതൊന്നും വേണ്ട. ഇത് വിളിച്ചറിഞ്ഞാ മതി. അങ്ങനെ തന്നെയാണ് തോന്നുന്നു. എന്താണ്
നാണോ സാറെ കോളിൽ റെക്കോർഡ് ചെയ്ത് ഓഡിയോ ഇട്ടില്ലേ ഓക്കെ മഴയില്ലെങ്കിലും കൊടച്ചൂടി ഞങ്ങൾ വരൂ. മണവാട്ടി കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് ആണ്. സാധനമുണ്ട്. അങ്ങനെ ചെക്കനെ ഫോട്ടോഷൂട്ടിലാണ്. ഓനെ ചെറുതായിട്ട് മോട്ടർ കയറി നല്ല അടിപൊളി ഫോട്ടോ എടുക്കാം. അടിപൊളി പയ്യന്മാരാണ് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും. അവരെ ഇൻസ്റ്റാ അക്കൗണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നമ്മുടെ ഈ വീഡിയോ കണ്ട് ക്യാമറമാനെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. മെയിൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഒക്കെ ക്ലിയർ ആയി. മെഹറിട്ടാനും മുട്ടായി കൊടുക്കല് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുള്ള പരിപാടിയിലാണ് ഇനി. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലാണ്. സർപ്രൈസ് ആയിട്ട് വരിക. ഇവിടെ ആരും അറിയാത്തണ്ടോ വരുന്നത്? നമ്മള് വരുമ്പോഴേ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇവിടെ നിൽക്കണോ. റംസോന്റെ അനിയൻ സൽമാൻ സർപ്രൈസ് ആയിക്കാണ്ട് നാട്ടിൽ വരുന്നുണ്ട് റംസോന്റെ പരിപാടി കൂടാൻ. പക്ഷേ പരിപാടി ആകെ മോഞ്ചി. ഓൻ്റെ വരുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ചെക്കൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മൾ മലപ്പുറം വെഡ് ലോഞ്ച് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അവർ ഇൻസ്റ്റാ അക്കൗണ്ടും കാര്യങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിരുന്നതാണ് കേട്ടോ. പ്രവാസിയായ ചങ്ങായി ഈ എടുക്കുന്ന വീഡിയോ അവരുടെ ഇൻസ്റ്റാ പേജിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഷോർട്സിലും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മണവാളം റെഡിയായി കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആര് വരുന്നേ? ഇപ്പോൾ ഒരാൾ ആരാണ്? നിങ്ങൾ ആരാണ്? സർപ്രൈസ് ആണ്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. സൽമാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് തരാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും സൽമാൻ സർപ്രൈസ് തരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഓനെയും കുട്ടി എല്ലാവരും പാടെ അഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓൻ്റെ ഒരു കമ്പനിക്ക് ഞാനാണ് കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ചെക്കൻ്റെ ഒരു മാസ് ഐറ്റം ഓഫ് എജ്ജാതി ലുക്ക്. അമ്മമാരെല്ലാവരും പാടെ ആറ്റിറ്റ്യൂഡ് എടുക്കാൻ പറഞ്ഞിട്ട് ഓൻ ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണി ഞാൻ തന്നെ. നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. റംസോൻ്റെ കുട്ടീൻ്റെ വീട്ടിലേക്ക് പോവാണ്. ബാക്കി പരിപാടികളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ കാണാം. അങ്ങനെ പുതിയണ്ണിൻ്റെ വീട്ടിലോട്ടെത്തി. ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെഹറിട്ടലും മുട്ടായിടലും കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ചെക്കൻ്റെ വീട്ടിലെത്തി. ചെക്കൻ്റെ വീട്ടിലെ കലാപരിപാടികളാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മൾ വേഗം ഇറങ്ങിക്കൂടി ഇന്ന് മോള് മനസ്സുകൊണ്ട് ചിന്തിക്കണ്ട. മോളിൻ്റെ സ്മോക്ക് കഴിയാനായിക്കണേ. അത് കഴിഞ്ഞു. മോള് സസ്യായി. ലോക്കൽ പടക്ക തോന്നുന്നു. സൗണ്ട് തീരില്ല. വീട്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. ഇത് നാണോ? ഫോട്ടോ വരാൻ എടുക്കാൻ നേരത്ത് പെരുമഴ. പിന്നെ ഒന്നും നോക്കില്ല. ആ മഴയത്തുള്ള റീലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ചെക്കന്മാർ ആഞ്ഞ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. റിസൾട്ട് അവർ പേജിലുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടിയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ചിക്കുമുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുതിയാപ്ല തട്ടുകടയ്ക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെക്കന്മാർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചായക്കടക്കാൻ എന്താ പറയാനുള്ളത്? ആർക്കും ക്രെഡിറ്റ് കൊടുക്കൂല, പൈസ വേണോ? ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? സ്കാനർ എന്താ വാങ്ങിയ? ഞാൻ ഒരു ചായക്ക് 20 രൂപയോട് പറഞ്ഞേ, ഇത്രയും പൈസ കൊണ്ട് ചായ വാങ്ങുമോ? ഞാൻ എത്ര കഴിക്കും? അതാണ് അറിയോ തട്ടുകടയിലുള്ള ആൾക്കാർക്ക് റംസൂൻ്റെ തട്ടുകട. അപ്പോൾ ചെക്കന്മാരെല്ലാവരും കൂടെ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കി ഫുൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ റഫീഖ് കാര്യമായിട്ട് അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. തട്ടുകടൻ്റെ ഫുൾ ക്രെഡിറ്റ് കസിൻസിനും ഫ്രണ്ട്സിനൊക്കെയാണ്. അങ്ങനെ പുതിയാപ്പിളും പുതിയനൊക്കെ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത്. തട്ടുകടയിലോട്ട് സ്വാഗതം. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് വരികയാണ്. എജ്ജാതി കച്ചവടം, പെരും കച്ചവടം. കണ്ടിട്ട് എന്റെ മാത്രം റംസൂൻ്റെ അമ്മോൻ്റെ മാസ് എൻട്രി. ചായ 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 ചായ. എല്ലാരും കഴിക്കണോ? അപ്പോൾ നിക്കാഹ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉഷാറായി, പരിപാടി ഉഷാറായിട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇനി വരും ദിനങ്ങളിൽ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ കാണാം. പരിപാടിയൊക്കെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതാണ്.